ഹലോ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? വസ്തു വളരെ അകലെ വെച്ചാൽ പ്രതിബിംബം എവിടെ രൂപപ്പെടുന്നു, അതിൻ്റെ സവിശേഷതകൾ നോക്കി. എവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? എഫിലാണല്ലേ. വളരെ അകലെ വെച്ചാൽ എഫിൽ രൂപപ്പെടും. എന്താണ് പറഞ്ഞത്? പൊസിഷൻ ഓഫ് ഇമേജസ് അറ്റ് എഫ്. പിന്നെയോ യഥാർത്ഥം തലകീഴായത് വളരെ ചെറുതാണ്. റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ആണ്. ഇനി നമുക്ക് വസ്തു സിക്ക് അപ്പുറത്ത് വെക്കാം. സിക്ക് അപ്പുറത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് വസ്തു വളരെ അകലെ എന്ന് പറഞ്ഞു. എന്നാൽ സിക്ക് അപ്പുറത്ത് എന്ന് വെച്ചാലും അത് തന്നെയാണ്, പക്ഷേ വളരെ അകലെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റ് എന്താണ്? ഇൻഫിനിറ്റിയിലാണ്, വളരെ അകലെയാണ്. എന്നാൽ ഇതെന്താണ്? സിക്ക് അപ്പുറത്ത്. അതായത് നമ്മൾ ഈ വരക്കുന്ന ഈ പ്രിൻസിപ്പൽ ആക്സിസിലെ മുഖ്യ അക്ഷത്തിലായിരിക്കണം എന്ത് വസ്തു വെക്കേണ്ടത്. അതായത് സിക്ക് അപ്പുറത്ത് ഈ മുഖ്യ അക്ഷത്തിലായിരിക്കണം, പ്രിൻസിപ്പൽ ആക്സിസിലായിരിക്കണം എന്ത് വസ്തു വെക്കേണ്ടത്. ഇങ്ങനെ വസ്തു ഒബ്ജക്റ്റ് സിക്ക് അപ്പുറത്ത്, അതായത് ബിയോണ്ട് സിക്ക് അപ്പുറത്ത് വച്ചാൽ നമുക്ക് എവിടെയാണ് ഇമേജ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരക്കുന്നത്? നമ്മളിവിടെ കോൺകേവ് ദർപ്പണത്തിലാണല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോൺകേവ് ദർപ്പണം ഇങ്ങനെ വരക്കുക. എന്നിട്ടോ ഇതെന്താണ്? അപ്പേർച്ചറാണല്ലേ. ഇത് അപ്പേർച്ചറാണ്. അപ്പേർച്ചറിൻ്റെ സെൻറ്റർ, മിഡിൽ ഓഫ് അപ്പേർച്ചർ എന്താണ്? പോളാണ്. അപ്പോൾ നമ്മൾ പോള് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇങ്ങനെ ഒരു മുഖ്യ അക്ഷം, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് നേരെ വരക്കാം. എന്നിട്ട് ബിയിൽ നിന്നും എഫിലേക്ക് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ എടുത്തിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് എഫിൽ നിന്നും സിയിലേക്കും 2 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് സിക്ക് അപ്പുറത്തായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ വരക്കാം. ഒബ്ജക്റ്റിനെ നമുക്ക് എന്താണ്? ഒ ബി എന്നെടുക്കാം. അപ്പോൾ ഈ റേസ്, അതായത് എന്താണ്? ഈ റേ ഓഫ് ലൈറ്റ്, അതായത് ഈ പ്രകാശരശ്മി ഏതിലൂടെയൊക്കെ കടന്നു പോകും? ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഒന്ന് നമുക്ക് നേരെ വരക്കാം. അതായത് എന്താണ്? ഈ മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട്, സമാന്തരമായിട്ട് ഒരു റേ ഇങ്ങനെ വരക്കാം. പിന്നെയോ സിയിലൂടെ കടന്നു പോകുന്നതായിട്ട് ഒരു റേയും വരക്കാം. ഈ സിയിലൂടെ കടന്നു പോകുന്ന റേ ഏതിലൂടെയായിരിക്കും തിരിച്ചു പോവുക? നമുക്കറിയാലേ, സിയിലൂടെ കടന്നു പോകുന്ന റേ അതിലൂടെ തന്നെ ആയിരിക്കും കടന്നു പോവുക. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ ഓഫ് ലൈറ്റ് അതിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതേപോലെ തന്നെ മറ്റേ റേ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന റേ ഏതിലൂടെയായിരിക്കും തിരിച്ചു പോകുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലൂടെയായിരിക്കും? മുഖ്യ ഫോക്കസിലൂടെ ആയിരിക്കും. അതായത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ വരക്കാം? ഇങ്ങനെ നേരെ പാരലലായിട്ട് പോകുന്ന ഈ റേ ഫോക്കസിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ നമുക്ക് 2 റേസ് വരച്ചുല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രതിബിംബം, ഒരു ഇമേജ് രൂപപ്പെടാൻ നമ്മൾ 2 റേ ഓഫ് ലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതെന്താണ്? മുഖ്യ അക്ഷത്തിന് പാരലലായിട്ട് ഒന്നും കൺസിഡർ ചെയ്തു, പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ, വക്രത കേന്ദ്രത്തിലൂടെയും ഒന്ന് കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും വരച്ചപ്പോൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയത് കണ്ടില്ലേ? ഇവിടെയായിരിക്കും എന്ത്? ഇമേജ് രൂപപ്പെടുന്നത്, അതായത് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഈ ഒ ബി എന്ന വസ്തുവിൻ്റെ പ്രതിബിംബം ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഈ ഒ ബി എന്ന വസ്തുവിൻ്റെ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ 2 ലൈൻസും കൂട്ടിമുട്ടിയിട്ടുള്ള ഇവിടെയാണ് എന്ത്? ഇമേജ്, അതായത് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇനി ഈ പ്രതിബിംബത്തെ നമുക്ക് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഇവിടെ കൂട്ടിമുട്ടിയിട്ടുള്ള ഭാഗമില്ലേ? ഈ കൂട്ടിമുട്ടിയിട്ടുള്ള ഭാഗത്ത് ആരോ വരുന്ന കോലത്തിൽ ഇങ്ങനെ വരക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ 2 റേസ് തമ്മിൽ കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടിയ ഭാഗത്ത് എന്ത്? ആരോ വരുന്ന കോലത്തിൽ എങ്ങനെ വേണം എന്ത് വരക്കാൻ? ഇമേജ്, അതായത് പ്രതിബിംബം വരക്കാൻ. അപ്പോൾ നമുക്ക് ഈ പ്രതിബിംബം എവിടെയാണ് കിട്ടിയത്? സിക്കും
എഫിനും ഇടയിലാണല്ലേ. അപ്പോൾ ഇമേജ് എവിടെയാണ് രൂപപ്പെട്ടത്? സിക്കും എഫിനും ഇടയിൽ. അപ്പോൾ എന്ത് പറയാം? പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിലാണ്. പിന്നെയോ പൊസിഷൻ ഓഫ് ഇമേജസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. പിന്നെ ഈ ഇമേജിൻ്റെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് എന്തൊക്കെയായിരിക്കും? യഥാർത്ഥമായിരിക്കും, റിയൽ ആയിരിക്കും. അതായത് ഇവിടെ നമുക്കിവിടെ കൂട്ടിമുട്ടിയിട്ടുള്ള ഇവിടെ എന്താണ്, ഒരു സ്ക്രീന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ OB എന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്താണ് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണ്? യഥാർത്ഥമാണ്, റിയലാണ്. പിന്നെയോ ഈ ഇമേജ് നമുക്ക് തല കീഴായാണ്ടല്ലേ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇവിടെ ആരോ നമുക്ക് തല കീഴായിട്ടാണ് നമ്മൾ ആരോ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? തല കീഴായതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെയോ ഇതെന്താണ്? വസ്തുവിനേക്കാൾ വളരെ ചെറിയ ഇമേജല്ലേ നമുക്ക് കിട്ടിയത്. ഈ വസ്തുവിനേക്കാൾ ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ എന്താണ്? പ്രതിബിംബമല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിമിനിഷ്ഡ് ആണ്, വളരെ ചെറുതാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വസ്തു വളരെ അകലെ വെച്ചാൽ എവിടെ രൂപപ്പെടുമെന്ന് പറഞ്ഞു. സിക്ക് അപ്പുറത്ത് വെച്ചാൽ എവിടെയാണ് രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. സിക്ക് അപ്പുറത്ത് വെച്ചാൽ എവിടെയാണ് രൂപപ്പെടുന്നത്? ഇമേജ് പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുന്നത്? സിക്കും എഫിനും ഇടയിലാണ്. പിന്നെയോ അതെന്താണ്? റിയൽ ആണ്, യഥാർത്ഥമാണ്, തല കീഴായതാണ്, ഇൻവേർട്ടഡ് ആണ്. പിന്നെയോ വളരെ ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വസ്തു സിക്ക് അപ്പുറത്ത് വെച്ചു. ഇനി നമുക്ക് വസ്തുവിനെ ഒബ്ജക്റ്റിനെ നമുക്ക് സിയിൽ വെക്കാം. എന്താ പറഞ്ഞത്? ഒബ്ജക്റ്റ് അറ്റ് സി, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ, വക്രതാ കേന്ദ്രത്തിൽ നമുക്ക് ഒബ്ജക്റ്റിനെ വസ്തുവിനെ വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേ ഡയഗ്രാം വസ്തു സിയിൽ, ഒബ്ജക്റ്റ് സിയിൽ വെച്ചാലുള്ള റേ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരക്കാം? നമുക്ക് ആദ്യം എന്താണ്? ഒരു കോൺകേവ് ദർപ്പണം, കോൺകേവ് മിറർ കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കോൺകേവ് ദർപ്പണം, കോൺകേവ് മിറർ വരക്കാം. എന്നിട്ട് ഇവിടെ ബാക്കിൽ എന്താണ്? ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് റിഫ്ലക്റ്റിംഗ് പാർട്ട്, ഇതെന്താണ്? ഇത് നോൺ റിഫ്ലക്റ്റിംഗ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇതെന്താണ്? ഇത് അപ്പേർച്ചറാണ്. അപ്പേർച്ചറിൻ്റെ മിഡിൽ പോയിൻ്റ് എന്താണ്? പോളായിരിക്കും. അപ്പോൾ നമുക്ക് പോള് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം ഇങ്ങനെ നേരെ വരക്കാം. എന്നിട്ടോ നമ്മൾ പോൾ അടയാളപ്പെടുത്തിയില്ലേ. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ, അതായത് എന്താണ്? വക്രതാ കേന്ദ്രം അടയാളപ്പെടുത്താം. അതെന്താണ്? സി എന്ന ലെറ്റർ കൊണ്ട് പറയാം. ഇനിയോ പീക്കും പോളിനും വക്രതാ കേന്ദ്രത്തിനും ഇടയിൽ എന്താണ്? മിഡ് പോയിൻ്റ് എടുക്കുക. അതെന്താണ്? ഫോക്കസ്, മുഖ്യ ഫോക്കസ് എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കോൺകേവ് ദർപ്പണം വരച്ചിട്ട് പോളിൽ നിന്നും എഫിലേക്ക് 2 സെൻറ്റിമീറ്ററും എഫിൽ നിന്ന് സിയിലേക്ക് 2 സെൻറ്റിമീറ്ററും എന്നിങ്ങനെ എടുക്കാം. 2 തന്നെ വേണമെന്നില്ല കേട്ടോ, 3 എടുക്കാം. ഞാനൊരു കുറച്ചൊക്കെ ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡയഗ്രാമായി കിട്ടാനാണ് ഞാൻ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. എന്നിട്ടോ നമ്മൾ സിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്, സിയിലാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. അപ്പോൾ സിയിലൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കുക, OB എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ടോ റേസ് എന്തൊക്കെയായിരിക്കും? റേ ഓഫ് ലൈറ്റ് നമ്മൾ 2 റേ ഓഫ് ലൈറ്റ് ആണല്ലേ കൺസിഡർ ചെയ്യുന്നത്. പ്രകാശരശ്മി, 2 പ്രകാശരശ്മികളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എങ്ങനെയായിരിക്കും? ഒന്ന് മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ടായിരിക്കും ഒന്ന് പോവുക. പിന്നെയോ പിന്നെ വേറെ എന്താണ്? എഫിലൂടെ, മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. ഈ മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന ഈ റേ ഏതിലൂടെയായിരിക്കും തിരിച്ചു പോകുന്നത്? അപ്പോൾ ഇങ്ങനെ പോകുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ ആരോ ഇടുക. പിന്നെയോ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്ന ഈ റേ നമ്മൾ ഫോക്കസിലൂടെയാണ് അല്ലേ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഫോക്കസിലൂടെ ഒരു റേ വരക്കാം. അതായത് ഒരു പ്രകാശരശ്മി ഫോക്കസിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് വരക്കാം. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പോകുന്നവ ഏതിലൂടെ പോകും? മുഖ്യ ഫോക്കസിലൂടെ, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും.
അങ്ങനെയാണെങ്കിൽ മറ്റേ റേ നോക്കിയേ, മറ്റേത് എന്താണ്, ഫോക്കസിലൂടെയാണ് അല്ലേ കടന്നു പോകുന്നത്. മുഖ്യ ഫോക്കസിലൂടെ, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഈ റേ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഫോക്കസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരോ ഇങ്ങനെ ഇടാം. എന്നിട്ടോ ഫോക്കസിലൂടെ കടന്നു പോയിട്ടുള്ള റേ ഏതിലൂടെയായിരിക്കും തിരിച്ചു പോകുന്നത്? നമുക്കറിയാം, മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, രണ്ട് റേ ഓഫ് ലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്താണ്, ഒന്ന് മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പോയിട്ട് എഫിലൂടെ, ഫോക്കസിലൂടെ തിരിച്ചു പോയി. ഫോക്കസിലൂടെ പോയത് എന്തിലൂടെ പോയി? പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ടും പോയി. ഇത് രണ്ടും കൂട്ടിമുട്ടിയത് എവിടെയാണെന്ന് നോക്കിയേ. എവിടെയാണ് കൂട്ടിമുട്ടിയത്? ഇവിടെയാണല്ലേ. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത്, ഇമേജ്, പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇമേജിനെ, പ്രതിബിംബത്തെ നമുക്ക് എങ്ങനെ വരക്കാം? ഈ കൂട്ടിമുട്ടിയിട്ടുള്ള ഭാഗത്ത് ആരോ വരുന്ന കോലത്തിൽ നമുക്ക് ഇങ്ങനെയൊരു വര വരക്കാം. അതായത് പ്രതിബിംബം എവിടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് ഈ പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത്? നോക്കിയേ, സിയിൽ തന്നെയാണല്ലേ. സിയിലാണ് പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വസ്തു സിയിൽ വെക്കുമ്പോൾ, ഒബ്ജക്റ്റ് അറ്റ് സി ആണെങ്കിൽ എന്താണ്, വസ്തു എവിടെയാണ് രൂപപ്പെടുന്നത്? സിയിൽ തന്നെയായിരിക്കും. പിന്നെ ഈ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു, പൊസിഷൻ ഓഫ് ഇമേജ് ഈസ് അറ്റ് സിയിൽ തന്നെയാണ്. ഈ പ്രതിബിംബത്തിൻ്റെ, ഈ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? യഥാർത്ഥമാണ് അല്ലേ, റിയലാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്ത്, ഇവിടെ സിയിലാണ് പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ സിയിൽ ഒരു സ്ക്രീന് വെച്ചാൽ എന്താണ്, ആ സ്ക്രീനിൽ പ്രതിബിംബത്തെ നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ ആ പ്രതിബിംബം എങ്ങനെയായിരിക്കും? തല കീഴായിട്ടായിരിക്കും നിൽക്കുന്നത്, ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതായത് ഒബ്ജക്റ്റിൻ്റെ തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പിന്നെയോ ഒരേ വലുപ്പം തന്നെയായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. അപ്പം എന്താണ്, വസ്തു സിയിൽ വെച്ചാൽ ആ വസ്തുവിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയായിരിക്കും നമുക്ക് പ്രതിബിംബവും കാണാൻ കഴിയുക. തല കീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. എന്തൊക്കെയാണ് പറഞ്ഞത്? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, പിന്നെയോ സെയിം സൈസ് ആയിരിക്കും.